അമ്മര് വരുമെന്ന് പറഞ്ഞ അവരൊക്കെ വരും. ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവിടെ ചെല്ലുമ്പോ കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ. ഞാൻ പറയാം. മീറ്റിംഗ് തുടങ്ങുമ്പോ കോശിക്കുഞ്ഞ് ആദ്യം കയറി മുടക്കിക്കോളും. പക്ഷേ സിഗ്നൽ കാണിച്ചേക്കണം. കോശിക്കുഞ്ഞ് സമയമാകുമ്പോ കാര്യം പറഞ്ഞേക്കല്ല. സാഹിബിനെ കാണുമ്പോ കവാത്ത് മറന്നെന്ന് പറഞ്ഞ പോലെ കേറുന്നതിന് മുമ്പ് കോശിക്കുഞ്ഞിന് ഒരു 100 കൊടുക്കുക. കൊടുത്ത് അവൻ ചെയ്തോളൂ, കൈകാര്യം ചെയ്തു. പ്രസിഡന്റിന്റെ പേര് അവർ പറയുന്ന ഉടനെ സണ്ണിച്ചാന്റെ പേര് നീ കയറി പറഞ്ഞു. അത് ഞാൻ ഏറ്റി തോന്നിച്ചാൽ ആരാടാ ഈ സുകുമാർ അഴീക്കോട്? മോഹൻലാലിനെ കുറിച്ച് പറയാനായിട്ട് അവൻ ആരഴിക്കാവല്. മോഹൻലാൽ എവിടെ കിടക്കുന്നു, സുകുമാർ അഴീക്കോട് എവിടെ കിടക്കുന്നു? കോശിക്കുട്ടിയെ ചുമ്മാ പ്രൊഫസർ സുകുമാർ അഴീക്കോട് ഏത് പുള്ളിയെ പറ്റി അനാവശ്യം പറയില്ല. 80 പുസ്തകങ്ങൾ എഴുതിയൊരു മഹാനായ മനുഷ്യനായത്. മാത്തുക്കുട്ടി, അപ്പൊ ഇയാൾ എന്നാ ഈ മമ്മൂട്ടി കിട്ടി ചോദിക്കുന്നു? അത് ശരി, മമ്മൂട്ടി ആരാ? ഈ പഴശ്ശിരാജ കണ്ടാൽ മതിയല്ലോ, അയാളെ എല്ലാം കഴിഞ്ഞല്ലേ അവിടെ ഈ വർത്താനം കാര്യങ്ങളൊക്കെ. പഴശ്ശിരാജ എന്തോ അഭിനയമാണിത്. ആ മനുഷ്യനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. ഇതൊക്കെ മലപ്പുറത്തെങ്ങാനും ചെന്ന് ഇയാൾ ഈ വർത്താനം പറഞ്ഞ വിവരം അറിയും. അത് ശരി. ഇതൊക്കെ പറഞ്ഞാലും കേരളം കണ്ടിട്ടുള്ളത് മഹാനായ നടന തിലകനെ ഉമ്മാര് പറഞ്ഞതിലുള്ള വിഷമം കൊണ്ടാ അഴീക്കോട് സാറ് കയറി ഇടപെട്ടത്. അത് ചിന്തിക്കണം. ഓക്കെ, തിലകനെ പറയാൻ ഇവരാര് അയാൾ പറയേണ്ട കാര്യം എന്താ? അതുപോലെ ഇവർക്ക് ആർക്കെങ്കിലും മമ്മൂട്ടിക്കോ മോഹൻലാലിനോ അഭിനയിക്കാൻ പറ്റും? അത് പറ. ജോണിക്കുട്ടി, ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയില്ല. പുള്ളിക്കാരൻ 911 മലബാർ ഗോൾഡ്, അതറിയാവോ? മമ്മൂക്കായി ലാലേട്ടനോട് കൂടിയാൽ തിലകൻ എവിടെ കിടക്കുന്നു? ജോസൂട്ടി ചുമ്മാ
ഇത് അടിച്ചോണ്ടിരിക്കുക. ജോസൂട്ടി ഇതേപ്പറ്റി അഭിപ്രായം ഒന്നും പറയാനില്ലേ? മോഹൻലാൽ എവിടെ കിടന്നാലും മമ്മൂട്ടി എവിടെ കിടന്നാലും എനിക്കെന്താ പ്രയോജനം? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീടുണ്ടാക്കിയാൽ നമുക്ക് അവിടെ കിടക്കാം. അതുകൊണ്ട് ഈ കാര്യത്തിലില്ല. അസോസിയേഷൻ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് വരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ജോസൂട്ടി പറഞ്ഞതാണ് അതിന്റെ സത്യം. അപ്പോളേ കാര്യങ്ങളൊക്കെ ശരിയാണ്. നമുക്ക് മോഹൻലാല് മമ്മൂട്ടി ആയിക്കോട്ടെ. എന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ മേടിക്കേണ്ടി വന്ന് എന്തോ ഞാൻ നമ്മളെല്ലാരും കൂടെ കൂടി മറ്റന്മാരും വന്നില്ലല്ലോ. അതെന്തോ പറ്റിയവര് എന്തുവായാലും കോശക്കുഞ്ഞ് പറയുന്നതിന് നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാനായിരിക്കും പ്രസിഡന്റ്. അത് നിങ്ങളെല്ലാരും കൂടെ തീരുമാനിക്കണം. തണ്ണിച്ചാനൊന്നും പേടിക്കണ്ട, ഞങ്ങളേറ്റു. തണ്ണിച്ചാനാണ് ഈ വർഷത്തെ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ്. അതവിടെ നിൽക്കട്ടെ. അവൾ പറഞ്ഞു വന്ന കാര്യം പറയട്ടെ. ഇത് ബുദ്ധിയുള്ളവനും ബുദ്ധി ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഈ മമ്മൂട്ടി മോഹൻലാലും സുകുമാർ അഴീക്കോടും തിലകനും എന്നൊക്കെ പറയുന്നത്. എടാ, സുകുമാർ അഴീക്കോടും തിലകൻ എന്നൊക്കെ പറഞ്ഞാലും ബൗദ്ധികമായിട്ട് ഉയർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എന്നൊക്കെ പറഞ്ഞാല് ഈ അവർ തലയ്ക്കകത്ത് തന്നെ ഉണ്ടായിട്ടാണ്. തലച്ചോറ് മോഹൻലാൽ എവിടെ കിടക്കുന്നു, മമ്മൂട്ടി എവിടെ കിടക്കുന്നു, സുകുമാർ അഴീക്കോട് എവിടെ കിടക്കുന്നു? കോശിക്കുഞ്ഞ് എന്നെ കോപ്പറിയാഞ്ഞിട്ടാ. സുകുമാർ അഴീക്കോട് അത് പ്രൊഫസർ ഡോക്ടറേറ്റ് കിട്ടിയ മനുഷ്യനായത്. അയാളെ പറ്റി ചുമ്മാ അനാവശ്യം പറയരുത്. ഡോക്ടറേറ്റ് ലോക സിനിമയിലെ ആദ്യത്തെ കേണലാണ് നമ്മുടെ ലാലേട്ടൻ. കേണൽ എവിടെ കിടക്കുന്നു, ഡോക്ടറേറ്റ് എവിടെ കിടക്കുന്നു? മാത്തുക്കുട്ടി, മമ്മൂട്ടി ഡോക്ടറാ കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിക്ക് ഡോക്ടറേറ്റ് കിട്ടിയതാ. നിങ്ങൾ അതൊന്നും ചോദിക്കേണ്ടായിരുന്നു കേട്ടോ. കോശിക്കുഞ്ഞും സണ്ണിച്ചാനും ഒരുമാതിരി കോപ്പ് വർത്താനം പറയരുത്. സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരുമാതിരി കുങ്കുമം ചുമക്കുന്ന കഴുതകളാണെന്ന്. എന്റെ കർത്താവ്, ഇതെന്തോ ഇവിടെ? ഞാൻ എന്റെ വണ്ടി ഇവിടെ കൊണ്ടിടും. ഞാൻ പോയി കഴിഞ്ഞ ഉടനെ ഇതാ നിങ്ങളുടെ പരിപാടി അല്ലേ? അപ്പൊ ഞാൻ ജോലി ക്യാൻസലായി വന്നോണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ? ഞാൻ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി മീൻ കറി എല്ലാം നിങ്ങൾ തീർത്തല്ലേ? അടുത്ത 5 ദിവസം നിങ്ങൾ പട്ടിണിയാ മനുഷ്യ. അല്ല, എന്നാ പറയാനാ, അന്ന് അകത്തായപ്പോ നിങ്ങളെ വെളിയിലിറക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. അല്ല, നിങ്ങൾ അവരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു വിടണോ? നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അവർ ചുമ്മാ വന്നു. ഞാൻ പറഞ്ഞു വിട്ടെ.